ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഞാനൊരു വ്ളോഗ് ഇട്ടതിന് ശേഷം പിന്നെ വ്ളോഗ് ഇട്ടിട്ടേ ഇല്ല. അന്ന് എൻ്റെ അടുത്ത് ഞാനത് ഇൻസ്റ്റയിൽ സ്റ്റോറി ആക്കിയിട്ടും ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. നല്ല റെസ്പോണ്ട് കിട്ടിയിട്ടുണ്ടായിന്. അതിന് ശേഷം എന്നെ വീണ്ടും ഒരു നമ്മളടുത്ത ലൊക്കേഷനിലുള്ള 2-3 ഷോപ്പും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത്. ആദ്യം തന്നെ പടന്നയിലുള്ളൊരു ഷോപ്പിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. ഷോപ്പിൻ്റെ പേര് വന്നിട്ട് ഫ്ലേവർ വേൾഡ് എന്നാണ്. നമ്മുടെ ഈ പടന്നയിൽ സിമിലറായിട്ട് ഉള്ളൊരു ഷോപ്പാണ്. പടന്നയിൽ വേറെ ക്രാഫ്റ്റിൻ്റെ ഷോപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മളിവിടെ ക്യാമറൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് വരുന്നത്. ഇവിടെ ഹാമ്പറിൻ്റെ ഒരു യൂജൻ കളക്ഷൻസ് തന്നെ അവിടെ അവൈലബിൾ ആണ്. ഹാമ്പർ, അതുപോലെ തന്നെ ബൊക്കെ ഷീറ്റ്, ഫുൾ ഐറ്റംസ്, ഓൾ ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. എല്ലാ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം ഓഫർ പ്രൈസിനാണ് അവർ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നത്. വലിയൊരു റേറ്റ് എന്ന് തോന്നുന്നില്ല. ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോകുന്ന ഓൾമോസ്റ്റ് കുറേ ഐറ്റംസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. മെയിനായിട്ട് ഇതന്നെയാണ് നമുക്കിപ്പം ട്രെൻഡിങ്ങിൽ പോകുന്നത്. എന്താ, ഹാമ്പർ ബോക്സ് അല്ലേ. ഹാമ്പർ ബോക്സ് ഓൾമോസ്റ്റ് അവിടെ എല്ലാം വരുന്നുണ്ട്. എനിക്ക് പോയതിൽ കുറച്ചെല്ലാം ഞാൻ എനിക്ക് കാണിച്ചു തരുന്നതെല്ലാം കുറച്ച് ട്രെൻഡിങ്ങിൽ പോകുന്ന നല്ലൊരു എന്താ പറയുക സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന കുറച്ച് ഹാമ്പർ ബോക്സാണ് ഞാനിതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ട്രോളി ഹാമ്പർ അവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വുഡൻ ബോക്സ്, അങ്ങനെ മറ്റ് ആക്സസറീസൊക്കെ അവിടെ അവൈലബിൾ ആണ്. മോശമില്ലാത്ത രീതിയിലുള്ള ബഡ്ജറ്റാണ്, അതെടുത്ത് പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു എനിക്ക് അഫോർഡബിളായി തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പോയി നോക്കുക. പിന്നെ ഫ്ലവർ ബഞ്ചസ്, അതുപോലെ എന്താ പറയണ്ടേ, ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള കുറേ കളക്ഷൻസ് അവിടെ ഉണ്ട് കേട്ടോ. എടുത്തെടുത്ത് പറയാനില്ല, ഈ വീഡിയോസിൽ കാണുന്ന എല്ലാത്തിനും അവിടെ നല്ല ഓഫർ പ്രൈസിലാണ് പോകുന്നത്. പിന്നെ എനിക്ക് അവിടെ നിന്നൊരു സ്പെഷ്യലായിട്ടൊന്നും എനിക്കിഷ്ടമായി. ഇത് ഇപ്പം ഒരു വാച്ചെല്ലാം അത്ര ഇപ്പോൾ ചെറിയൊരു വാച്ചായാലും വലിയ വാച്ചായാലും നമുക്ക് കൊടുക്കുന്ന ബോക്സിലായിരിക്കും ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഇതിരിക്കുന്നതെന്നുള്ള രീതിയിൽ നല്ല കളക്ഷൻസ് ഉള്ളൊരു ബോക്സാണ് നേരത്തെ കാണിച്ചത്. എനിക്ക് അലോണം ഇഷ്ടമായി. പിന്നെ അവിടുന്ന് ബൊക്കെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കേക്കിൻ്റെ കളക്ഷൻസ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതും ഈ ഒരു ചെറിയൊരു ഷോപ്പിലവിടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. കാണാൻ വലിയ ഷോപ്പല്ലെങ്കിലും ഓൾമോസ്റ്റ് എല്ലാം അവിടെ ഉണ്ട്. കേക്കിൻ്റെ ഒരാൾക്കാർക്ക് പോയി കഴിഞ്ഞാൽ കേക്ക് മുതൽ ഹാമ്പർ ബോക്സ് മുതൽ എല്ലാ സാധനവും അവിടെ അവൈലബിൾ ആണ്. പിന്നെ ആ സമയത്ത് തന്നെ 2-3 കസ്റ്റമർ വന്ന് ഇവർ തന്നെ സെറ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ അത് കുറേ ഉണ്ട്. ഞാൻ ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ഞാൻ ഈ വീഡിയോസിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബൊക്കെയൊക്കെ അവർ തന്നെ ആക്കിയിട്ട് കൊടുക്കുന്നുമുണ്ട്. അതും ഇവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവർ തന്നെ ചെയ്ത് തരുന്നതാണ്. ഇതെല്ലാം എന്താ പറയണ്ടേ, ഓരോരോ ഐറ്റംസ് ഒരു സമയത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള എന്താ നമ്മുടെ മുസല്ലയും ഖുറാനൊക്കെ ഇല്ല, അതിൻ്റെ സാധനം വരെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ മിററും കാര്യങ്ങളും അങ്ങനെ കുറേ ഉണ്ട്. ഞാൻ ഡീറ്റെയിലായി പറഞ്ഞു തരണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, കസ്റ്റമർ വന്നിട്ട് ചെയ്ത് കൊടുത്തത് ഇതൊക്കെ അവർ തന്നെ അവിടെ നിന്ന് ചെയ്ത് കൊടുക്കുന്ന ഓരോരോ വർക്കാണ്. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എനിക്ക് ഓരോന്നായി എടുത്ത് പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് തന്നെ വീഡിയോസിൽ കാണാം. കേക്കിൻ്റെയൊക്കെ ഓവനിൽ വെക്കുന്ന ട്രേ മുതൽ അവിടെ അവൈലബിൾ ആണ്. എന്താ പിന്നെ അതിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന സാധനങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ഈ ഒരു ചെറിയ കടയിൽ തന്നെ എല്ലാം ചുരുക്കി അവർ വെച്ചിട്ടുണ്ട്. വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം അവർ അറേഞ്ച് ചെയ്ത് നല്ലപോലെ വെച്ചിട്ടുണ്ട്. ആരും മിസ് ചെയ്യണ്ട. നമ്മൾ പടന്നയിൽ തന്നെ ഇങ്ങനത്തെ ഒരു ഷോപ്പ് ഉണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും നല്ലൊരു കാര്യമാണ് കേട്ടോ. പടന്നയിൽ തന്നെ ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ കൂടുതൽ എവിടെയും പോകണമെന്നില്ലല്ലോ. ഇങ്ങനെ തന്നെ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. എന്തൊക്കെയോ അവിടെ ഉണ്ട്. എന്തൊക്കെയാണ് ഞാൻ എടുത്തെടുത്ത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ഓൾമോസ്റ്റ് എല്ലാ സാധനവും ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ എടുക്കാൻ പോയതാണ്. അപ്പം അത് കണ്ടതിന് ആർക്കും മനസ്സിലാവില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ വന്നതാണ്. പിന്നെന്താ പറയേണ്ടത്, ഇതന്നെ എടുത്തെടുത്ത് നമുക്ക് ക്ഷീണം പിടിച്ച്, അത്രക്കും കളക്ഷൻസും കാര്യങ്ങളും അവിടെ ഉള്ളതല്ലേ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പിന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്. നേരെ ഇറങ്ങി നമുക്ക് നല്ല ക്ഷീണം ഉണ്ടായിന്, പൈച്ചിട്ട് കഴിയുന്നുണ്ടായിട്ട്. വിശപ്പ് അസഹനീയമായതുകൊണ്ട് നമ്മൾ അടുത്ത ലൊക്കേഷൻ ചെറുവത്തൂരേക്ക് പോയിട്ട്, ചെറുവത്തൂർ നല്ല സദ്യ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് അവിടുത്തെ സദ്യക്ക്.
ഞാനും ഓളും ഫുൾ ടയേർഡായി. വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്ക് ഓളില്ല, പിന്നെ ഞാനങ്ങ് ഒറ്റക്കന്നെ അങ്ങ് കൊടുത്തതാണ്. ഓളുണ്ടാകുമ്പോൾ ഒരു മജയായേനെ, പക്ഷെ ഓളില്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു ഇതായിപ്പോയി. കുഞ്ഞൊക്കെ നല്ല ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഉറങ്ങി ഓൾ വേഗം എണീച്ചു. ഫുഡിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് കറക്റ്റ് ഓൾ എണീച്ചിന് കേട്ടോ. പിന്നെ ഓക്ക് ഫീഡ് ചെയ്ത് ബാക്കി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങി. നമ്മൾ ഫുഡ് സ്പോട്ട് വന്നിട്ട് ചെറുവത്തൂർ ഗവൺമെൻറ് ആശുപത്രീൻ്റെ താഴോട്ടുള്ള ഒരു റോട്ടിൽ വരുന്ന ഒരു ഹോട്ടലാണ്. ഹോട്ടലിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. ഞാനെന്തായാലും ഈ വീഡിയോ ലെങ്താക്കി കൊണ്ടുപോകുന്നില്ല. ഞാൻ ഇവിടെ വെച്ച് കുറച്ച് കാണിച്ചിട്ട് അവസാനിപ്പിക്കുക. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സദ്യയായിരുന്നു. സദ്യേൻ്റെ വീഡിയോ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എന്തായാലും ഇൻസ്റ്റയിൽ ഒരു റീൽസായിട്ട് ഇടുന്നതാണ്. അത്രക്കും നല്ല, എന്ത് പറയണ്ട്, നമുക്കൊരു ആ പൈസ കൊടുത്തതിൽ വേർത്തായിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ കഴിച്ച ഫുഡ്. നിങ്ങൾക്ക് എടുത്ത ആളെ കണ്ടാൽ മനസ്സിലാവും, ഒരു ഊണിന് വേണ്ടി കഴിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ്. നല്ലൊരു ഊണും അതുപോലെ കോഴി വറവും പായസവും രക്ഷയില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പാർട്ട് 2 ആയിട്ട് വേഗം വരുന്ന